പ്രൈമറിന്റെ വില എന്താണെന്ന് നിനക്കറിയോ? പ്രൈമറിന്റെ വില ഓക്കെ. പ്രൈമറിന്റെ വിലയുടെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 1 ലിറ്ററിന് 30 രൂപ തൊട്ട് 1 ലിറ്ററിന് 350 രൂപ വരെ അല്ലെങ്കിൽ 450 രൂപ വരെ വിലയുള്ള പ്രൈമർ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതിൽ ഏത് പ്രൈമറാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് നിങ്ങൾ എങ്ങനെ തീരുമാനിക്കും? വീടെന്ന സ്വപ്നത്തിന്റെ ടൈമാണ്. അപ്പം നമ്മളങ്ങനെ ഈ എപ്പിസോഡുകൾ ഇങ്ങനെ കൂടുന്തോറും നമ്മുടെ ആളുകൾക്ക് ഗുണപ്രദമാകുന്നു എന്നറിഞ്ഞാൽ വളരെ സന്തോഷം. അപ്പോൾ പോനെ നമുക്കേ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡെന്ന് പറഞ്ഞാൽ നമ്മൾ പെയിൻറ്റിങ്ങിനെ കുറിച്ചാണല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ പുട്ടിയടിച്ചു, പ്രൈമർ അടിച്ചാ, അതാണ് സബ്ജക്റ്റ്. പ്രൈമർ അടിച്ചോ? ഈ പെയിന്റ് അടിക്കുക എന്ന് പറയുമ്പോൾ പുട്ടി അടിക്കുക, പ്രൈമർ അടിക്കുക, പെയിന്റ് അടിക്കുക, അങ്ങനെയല്ല ആളുകൾ പറയുന്നത്. അത് എന്തിനാണ് ഈ പ്രൈമർ? നല്ല ചോദ്യം. പ്രൈമർ അടിക്കാണ്ട് പെയിന്റ് അടിക്കാൻ പറ്റുമോ? എന്ത് തോന്നുന്നു? പ്രൈമർ പറ്റില്ല. കാരണം വെച്ചല്ലേ ഞാൻ പറഞ്ഞ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് പെയിന്റിനെ പിടിച്ചു നിർത്തുന്നത് പ്രൈമറാണെന്നുള്ള. കറക്റ്റല്ലേ? പക്ഷേ ടെക്നിക്കലി സ്പീക്കിംഗ് പ്രൈമർ വേണമെന്നില്ല. വേണ്ട. ഇമൽഷൻ നേരെ നമുക്ക് വാളുകളിലേക്ക് അടിക്കാവുന്നതേ ഉള്ളൂ. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ പ്രൈമർ അടിക്കുന്നത് വഴി 1-2 അഡ്വാൻറ്റേജസ് അവിടെ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, നമ്മൾ പുട്ടിയുടെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഈ എന്തെങ്കിലും അണ്ടിലേഷൻസോ ചെറിയ ചെറിയ ക്രാക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം പുട്ടിയിൽ വന്ന് ഫില്ലായതിനു ശേഷമാണ് ഒരു സർഫസ് ഈവണായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ശരി. അതിലേക്കാണ് നമ്മൾ പ്രൈമർ അടിക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ പ്രൈമർ അടിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് അഡ്ഹഷൻ തന്നെയാണ്. അതായത് പെയിന്റിനെ ഭിത്തിയിലോട്ട് ഘടിപ്പിക്കുന്ന. ഇവിടെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൈമറിൽ ഒരു രസകരമായ ഒരു ടോപ്പിക് ഉണ്ട്. അതാണ് ഇന്നത്തെ ഒരു ഹൈലൈറ്റ് സബ്ജക്റ്റ്. അതായത് എല്ലാവരും ചിന്തിക്കുന്ന ഒരു സാധനമാണ് 2 കോട്ട് പുട്ടി, 1 കോട്ട് പ്രൈമർ, 2 കോട്ട് ഇമൽഷൻ. ഇതാണ് ഒരു ജനറൽ സ്പെക്ക് ആയിട്ട് ഇന്റീരിയറിൽ പോകുന്നത്. എക്സ്റ്റീരിയർ വരുമ്പോൾ ചിലപ്പോൾ പുട്ടി ഒഴിവാക്കും. ഇന്റീരിയറിലാണെങ്കിലും നമ്മൾ പറഞ്ഞ പോലെ ചിലപ്പോൾ പുട്ടി നമുക്ക് ഒഴിവാക്കാം. ഇങ്ങനെയുള്ളതിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചു. അപ്പോൾ പ്രൈമർ ഞാൻ പറഞ്ഞു, പ്രൈമറി ഒരു അഡ്ഹഷൻ എന്ന് പറയുന്ന ഒരു സാധനം. അത് കൂടാണ്ട് പെയിന്റിന്റെ കവറേജ് കുറെ കൂടെ കൂടാനും ഒക്കെ പ്രൈമർ സഹായിക്കും. പക്ഷെ ചോദ്യം ഇതാണ്, പ്രൈമർ വേണോ വേണ്ടയോ? ആൻസർ ഇസ് യെസ്. നമുക്ക് തീരുമാനിക്കാം. ഇപ്പം ഞാൻ ചെയ്യുന്ന എല്ലാ പ്രോജക്ട്സിലും തന്നെ നമ്മൾ പ്രൈമർ ഇല്ല, ചിലയിടത്ത് 2 കോട്ട് പ്രൈമർ വരെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ ചോദ്യം ഇതാണ്, പ്രൈമറിന്റെ വില എന്താണെന്ന് നിനക്കറിയോ? ഓക്കെ. പ്രൈമറിന്റെ വിലയുടെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 1 ലിറ്ററിന് 30 രൂപ തൊട്ട് 1 ലിറ്ററിന് 350 രൂപ വരെ അല്ലെങ്കിൽ 450 രൂപ വരെ വിലയുള്ള പ്രൈമർ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതിൽ ഏത് പ്രൈമറാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് നിങ്ങൾ എങ്ങനെ തീരുമാനിക്കും? സാധാരണ കേസിൽ എങ്ങനെയാണെന്നറിയോ? സാധാരണ ഒരു കസ്റ്റമർ ഇതിൻ്റെ അകത്ത് പെടണം. ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ ഒരു ഡയലോഗായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. പെയിന്റ് മേടിക്കാനായിട്ട് നമ്മൾ പെയിന്ററായിട്ട് പോകുന്നു. പെയിന്റ് എല്ലാം എടുത്ത് കഴിയുമ്പോൾ പ്രൈമർ വേണ്ടേ എന്ന് ചോദിക്കും. പ്രൈമർ, ഇത് എ പ്രൈമർ എടുത്തോ അല്ലെ ബി പ്രൈമർ എടുത്തോ എന്ന് പറയലാണ് കൺസേൺ. പെയിന്റിന്റെ ബ്രാൻഡിൽ മാത്രമേ ആസ് എ കസ്റ്റമർ ഞാൻ കൺസേൺ ഉള്ളൂ. പ്രൈമർ ഏതാണെങ്കിലും മതിയല്ലോ എന്നുള്ളതാണ് എൻ്റെ കൺസേൺ. ശരിയാണോ? ശരിയാണ്. അപ്പൊ ഇതില് സാധാരണ രീതിയിൽ ഒരു കസ്റ്റമർ എപ്പോഴും കൺസേൺഡ് ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബ്രാൻഡ്, പെയിന്റിന്റെ ഏതെങ്കിലും ഒരു ബ്രാൻഡ് നമ്മൾ വരുന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡ് ഗ്യാരണ്ടി ചെയ്യുന്നത് ഇന്ന പ്രൈമർ ഉപയോഗിച്ചാലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ പ്രൈമർ യൂസ് ചെയ്യാം എന്നുള്ള ഒരു ഇതിലേ വരുന്നുള്ളൂ. പോയിന്റ് 1 ഓർ പോയിന്റ് 2, ഒരു സാധാരണ ഒരാൾ വീട് വെക്കുമ്പോൾ, ഇപ്പൊ എന്നെ പോലെ ഒരു കോൺട്രാക്ടർ ആ പിക്ചറിൽ ഇല്ലെങ്കിൽ, സാധാരണ ഒരാൾ വെക്കുന്ന ഒരു പെയിന്റിംഗ് കോൺട്രാക്ടറെ വിളിച്ചിട്ട് എടാ പെയിന്റ് ഇടാം, അതിന് ഒരു സ്ക്വയർ ഫീറ്റിന് ഒരു റേറ്റ് എഗ്രി പറയും. ഓക്കെ. അപ്പൊ അയാൾ പറയുന്നത് എന്തായിരിക്കും? 2 കോട്ട് പുട്ടി, 1 കോട്ട് പ്രൈമർ, 2 കോട്ട് ഇമൽഷൻ എന്നുള്ളതായിരിക്കും പറയണേ. അപ്പൊ ഇതില് പെയിന്റിന് നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ ക്ലയന്റ് ചിന്തിക്കുന്നത് ഏത് കളർ വേണമെന്ന് വരെ ചിന്തിക്കുമായിരിക്കാം. പക്ഷെ ഇതിന്റെ സ്പെക്കിലേക്ക് പോവില്ല അല്ലേ? അപ്പൊ ഈ പ്രൈമർ എന്ന് പറയുന്ന സാധനം ഇത്രയും വില വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരു കോൺട്രാക്ടറിന്റെ ഇൻട്രസ്റ്റിൽ എന്ത് തന്നെയാണെങ്കിലും ഏറ്റവും വില കുറഞ്ഞ സാധനം വെച്ചാണെങ്കിലും ചെയ്താൽ മതി. നിങ്ങൾക്ക് അതല്ലേ ലാഭം? ഉറപ്പായിട്ടും നമുക്ക് അതല്ലേ ലാഭം. ഏത് പ്രൈമർ ഉപയോഗിക്കണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഒരു ക്ലയന്റ് എന്ന നിലയിൽ ഏത് പ്രൈമർ വേണം എന്നുള്ള ഒരാൾക്ക് തീരുമാനിക്കാൻ പറ്റുമോ? അങ്ങനെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മാനദണ്ഡങ്ങൾ കസ്റ്റമർ. ഇപ്പൊ നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിരിക്കുകയാണ്, ഞാൻ പറയും എ എന്ന പ്രൈമർ മതി
നിങ്ങൾ ചിലപ്പോൾ ബി എന്ന പ്രൈമർ ആയിരിക്കും സാധാരണ ഉപയോഗിച്ചുകൊണ്ട് വരുന്നത് അല്ലേ? അത് കസ്റ്റമർ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളതാണ് ചോദ്യം. ഇതില് കുറേ മാനദണ്ഡങ്ങളുണ്ട്. ഓക്കെ, ഇതില് പ്രൈമർ എന്ന് പറയുന്ന സാധനത്തിന് തന്നെ നമുക്ക് ചൂസ് ചെയ്യാവുന്നത് ഒന്ന് പ്രൈസിന്റെ ഇതില് കവറേജിന്റെ പുറത്ത് ബാക്ടീരിയ റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രൈമേഴ്സ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആൽക്കലൈ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വളരെ വലിയൊരു ഏരിയ ആണ്. നിങ്ങളിപ്പോ ഇന്ത്യയിലെ ഒരു ലീഡിങ് പെയിന്റ് ബ്രാൻഡ് എടുത്താൽ അവരുടെ പ്രൈമർ തന്നെ 5 or 6 വെറൈറ്റീസ് ഉണ്ട്. ഇത് തന്നെ എല്ലാ ബ്രാൻഡുകൾക്കും ഉണ്ട്. അപ്പൊ ഈ പ്രൈമർ നമ്മൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ഇതിന്റെ വിലയിൽ ഇത്രയും വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു പെയിന്റ് ബ്രാൻഡിനെ അവർ റെക്കമെൻഡ് ചെയ്യുന്ന പ്രൈമർ അടിച്ചാൽ മാത്രമേ ആ പെയിന്റിന് ഗ്യാരണ്ടി തരുള്ളൂ അല്ലേ? തരുള്ളൂ. അത് അവരുടെ പ്രൈമർ അടിക്കേണ്ടി വരും. അത് അവരുടെ തന്നെ പ്രൈമർ അടിക്കേണ്ടി വരും. അപ്പൊ അവര് കൃത്യമായി പറയും എന്റെ പ്രൈമർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാന്ന് പറയും. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് വലിയ പരാതിയില്ല. പക്ഷെ ആ സെയിം ബ്രാൻഡിന്റെ തന്നെ പ്രൈമർ എന്ന് പറയുന്നതിൽ തന്നെ 5-6 വെറൈറ്റി പ്രൈമർ വന്നു കഴിഞ്ഞാലോ നമുക്ക് ഇതിൽ ഏത് വേണം എന്നുള്ള നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യും? അത് വലിയ ചോദ്യമാണ്. അതിനെന്താണെങ്കിലും ആ പെയിന്ററിന്റെയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ചെറിയ റീഡിങ് ഈ ക്ലയന്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ എപ്പിസോഡിയുടെ ഒരു മെസ്സേജ്. ഒരു എക്സ്പെർട്ട് ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഫെറോ സിമെന്റ് സ്ലാബ് നമ്മൾ കിച്ചണിൽ ചെയ്യുവാണെങ്കിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് എന്ത് തന്നെയാണെങ്കിലും പെയിന്റിങ് ചെയ്യണം. പെയിന്റിങ് ചെയ്യുമ്പോൾ ഞാൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രൈമറെ ഞാൻ അടിക്കുള്ളൂ. സാധാ പ്രൈമർ ഞാൻ അടിക്കില്ല, വില കൂടിയ സാധനം അടിക്കും. കാരണം അതല്ലെങ്കിൽ അതിന് ചിലപ്പോൾ ഈർപ്പം വരാനുള്ള സാധ്യതകളുണ്ട്. എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ വരുമ്പോൾ ഞാൻ എടുക്കുന്ന ഒരു പ്രൈമർ വേറൊരു പ്രൈമറാണ്. ഇന്റേണൽ ആപ്ലിക്കേഷനിൽ കംപ്ലീറ്റ് ഡ്രൈ ആയെന്ന് പറഞ്ഞാൽ കോസ്റ്റ് കുറഞ്ഞ പ്രൈമർ നമുക്ക് എടുക്കാം. സോ അതുപോലെ ഇപ്പോൾ ഹോസ്പിറ്റൽസിൽ വരുമ്പോൾ ബാക്ടീരിയ റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രൈമർ, സീനിയർ സിറ്റിസൺസ് വരുമ്പോൾ ബാക്ടീരിയ റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രൈമർ, ഇതുപോലെ ഒരു സംഭവമാണ് VOC എന്ന് പറയുന്ന ഒരു മെട്രിക്. അതായത് വോളറ്റൈൽ കോമ്പൗണ്ട്സ് എത്ര, അതായത് പെയിന്റിങ് അടിച്ചു കഴിയുമ്പോൾ വായുവിൽ എത്രമാത്രം ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുമെന്ന് ഒരു പെയിന്റിന്റെ പ്രൈമർ തീരുമാനിക്കും. അപ്പോൾ ഇച്ചിരി വളരെ വില കുറഞ്ഞ ബ്രാൻഡൊക്കെ ആണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡിനെക്കാളും ഉപരി ഈ കണ്ടന്റ് എയറിൽ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഡിപ്പെൻസ് ആണ്. പോയിന്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമർ എന്ന് അടിച്ചിട്ടുണ്ടോ എന്നുള്ളതിലല്ല, ഏത് പ്രൈമർ എന്നുള്ളതിന് പ്രസക്തിയുണ്ട്. ഒരു പെയിന്റിംഗ് കോൺട്രാക്ടറെ തീരുമാനിക്കുന്ന സമയത്തും കസ്റ്റമർ ചോദിക്കണം ഏത് പ്രൈമറാണ് വെക്കുന്നത്. കാരണം പ്രൈമർ ഒരു വിലയിലല്ല വരുന്നത്. അപ്പൊ അവൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ അവൻ ബാക്ടീരിയ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിന്റെ ആവശ്യകത ഉണ്ടാവൂല ചിലപ്പോൾ അവിടെ അല്ലേ? എല്ലാ ബ്രാൻഡുകളിലും തന്നെ ബാക്ടീരിയ റെസിസ്റ്റൻസ് ഉള്ള പ്രൈമറുകളുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ചീപ്പിന് പോലും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ കസ്റ്റമർക്ക് എന്തെങ്കിലും ഒരു ലാഭം ഉണ്ടാക്കാനായിട്ട് പറ്റില്ലേ പെയിന്റിങ്ങിൽ വരുമ്പോൾ? അതായത് നല്ല പ്രൈമർ അടിച്ചു കഴിയുമ്പോൾ ഇമൽഷന്റെ ക്വാണ്ടിറ്റി അതനുസരിച്ച് കുറയും. അതായത് ഇമൽഷന്റെ കൺസംഷൻ ഭയങ്കരമായിട്ട് കുറയും പ്രൈമർ നല്ല രീതിയിൽ വരുവാണെങ്കിൽ. അതുപോലെ തന്നെ ഞാനിപ്പം ഈ പ്രോജക്റ്റിലല്ല, ഇതിന് ശേഷം വന്നിരിക്കുന്ന പ്രോജക്ട്സിലൊക്കെ നമ്മൾ പ്രൈമർ 2 കോട്ട് അടിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നമ്മൾ പോയി. കാരണം അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ എസ്പെഷ്യലി കളറ് നല്ല ഒരു ബ്രൈറ്റ് കളേഴ്സ് വരുന്നിടത്ത് നമുക്ക് ആ പറഞ്ഞ കളർ തന്നെ കിട്ടണമെങ്കിൽ നമുക്ക് പ്രൈമർ 2 കോട്ട് വേണം എന്നൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ വന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുവാണ്. കുറേ ആ പെയിന്റ് ചെയ്യുന്ന ആളുടെ ഒരു കഴിവും അയാളുടെ ഒരു ജഡ്ജ്മെന്റും ഇതിലൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യം ഇരിക്കുന്നത്. അപ്പം അത് ആർക്കെങ്കിലും വന്ന് അടിക്കാവുന്ന ഒരു സാധനമല്ല ഈ പെയിന്റിങ്. അതിന്റെ മെറ്റീരിയൽ സെലക്ഷനിലും ഏത് എക്വിപ്മെന്റ് വെച്ച് ചെയ്യുന്നു എന്നുള്ളതിനും വലിയ പ്രസക്തിയുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ആളുകൾ പ്രൈമർ മേടിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടെ അല്ലേ? റീഡ് ചെയ്യട്ടെ. അപ്പൊ വീടെന്ന സ്വപ്നം അങ്ങനെ ഓരോ മേഖലകളിലും അതിന്റെ ഡീറ്റെയിൽ സബ്ജക്റ്റിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എൻ്റെ വീട് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ നമ്മൾ അങ്ങനെ തന്നെയുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നതും ആളുകൾക്ക് ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, വീണ്ടും കാണാം. അവൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് വരുന്നുണ്ട് കേട്ടോ, ഞാൻ പിന്നെ പറയാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ.